അറിയാതെ ഏതേലും ഫ്രണ്ട്സ് വിളിച്ചാലോ കസിൻ വിളിച്ചാലോ അന്ന് മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന അവന്റെ മാനസിക പീഡനം. ആ 4 ചുവരുകൾക്കുള്ളിൽ കരുണ തീർത്ത രാവുകൾ, ഉള്ളിൽ ഒരു കടലോളം സങ്കടങ്ങൾ അലയടിക്കുമ്പോഴും പുറമേ പുഞ്ചിരിച്ചഭിനയിച്ചു തീർത്ത പകലുകൾ. മനസ്സ് കൈവിട്ട് ഭ്രാന്തിന്റെ അറ്റത്തു നിന്നായിരുന്നു എനിക്ക് കൂട്ടായി ഒരു കുഞ്ഞ് വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. അതറിഞ്ഞാൽ അവനിൽ മാറ്റമുണ്ടാകുമെന്ന് ഞാൻ വെറുതെ മോഹിച്ചു. എല്ലാം എൻ്റെ വെറും മോഹങ്ങളായി തന്നെ തുടർന്നു. ചിരിക്കാൻ പോലും ഞാൻ മറന്നു. ഞാൻ സ്വയം തെരഞ്ഞെടുത്ത വഴി ആയതുകൊണ്ട് ആരെയും ഒന്നും അറിയിച്ചില്ല. പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ഈ റൂമിന് വെളിയിലുള്ള അവന്റെ സ്വഭാവം അത്രയ്ക്ക് മികച്ചതായിരുന്നു. അവനോടൊപ്പമുള്ള എൻ്റെ കുഞ്ഞിന്റെ ജീവിതം ഓർക്കവേ എൻ്റെ ഉള്ളിൽ എന്തോ ഭയം നിറഞ്ഞു. ഒരു ആദി എന്നിൽ പൊതിഞ്ഞുകൊണ്ടിരുന്നു. രക്ഷപ്പെടാൻ ഒരു അവസരത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു.